ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മൈക്രോസോഫ്റ്റ് പവർടോയ്സിനെ കുറിച്ചാണ്. വിൻഡോസ് യൂസ് ചെയ്യുന്ന പവർ യൂസേഴ്സിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സെറ്റ് ഓഫ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ആണ് മൈക്രോസോഫ്റ്റ് പവർടോയ്സ്. യൂസർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂളുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മൈക്രോസോഫ്റ്റ് പവർടോയ്സിന്റെ എയിം. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ പവർടോയ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. പവർടോയ്സ് നമുക്കിപ്പം മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ അവിടെ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു ടൂളിലെ ഓരോ ഫീച്ചേഴ്സ് വെച്ച് നോക്കാം. ഓൾവേസ് ഓൺ ടോപ്പ് എന്ന യൂട്ടിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു വിൻഡോ പിൻ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ പിൻ ചെയ്ത് വെക്കുന്നതിലൂടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വിൻഡോ ഹൈഡ് ആയി പോകുന്നതിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഇത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വിൻഡോസ് കീ പ്ലസ് കൺട്രോൾ ടി പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വിൻഡോ പിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇത്തരത്തിൽ പിൻ ചെയ്യുമ്പോൾ ഒരു സൗണ്ടും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബോർഡറും കാണാൻ വേണ്ടി കഴിയും. നമുക്കത് പവർ ടോയ്സ് സെറ്റിംഗ്സിനുള്ളിൽ വന്നുകൊണ്ട് നമുക്കത് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ സൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഓപ്ഷൻ സൗണ്ട് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബോർഡറും അവിടുന്ന് റിമൂവ് ആയി കിട്ടും. സോ അൺപിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം ഷോർട്ട് കട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അൺപിൻ ചെയ്യാനും പറ്റും. പവർ ടോയ്സ് റൺ എന്ന് പറഞ്ഞാൽ ഒരു ക്വിക്ക് ലോഞ്ചർ ആണ്. ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ, ഫോൾഡേഴ്സ്, ഡോക്യുമെന്റ്സ് അതുപോലെ തന്നെ സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ടൂൾ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കീബോർഡിലെ ആൾട്ട് കീ വിത്ത് സ്പേസ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ടൂൾ ആക്സസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ട കാര്യങ്ങൾ സെർച്ച് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ സ്റ്റാർട്ട് മെനുവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ സെർച്ച് ഫംഗ്ഷനാലിറ്റി കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ്. പവർ ടോയ്സിലെ ലൈറ്റ് സ്വിച്ച് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒന്നുകിൽ നമുക്ക് ടൈം ബേസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് തീമിങ്ങിനെ സ്വിച്ച് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ടൈമിംഗ് ബേസ് ചെയ്തുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുന്ന രീതിയിലും ചെയ്യാൻ വേണ്ടി പറ്റും. അത് കൂടാതെ നമുക്ക് കീബോർഡ് ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മോഡുകൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഈ ടൂൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതെങ്ങനെ നോക്കാം. സോ ലൈറ്റ് സ്വിച്ച് ആദ്യം തന്നെ എനേബിൾ ചെയ്യുക, എനേബിൾ ആണെന്ന് ഉറപ്പെടുത്തുക. അതിനുശേഷം ഈ ഒരു മോഡ് എന്ന് പറഞ്ഞതിൽ നമുക്ക് ഫിക്സ്ഡ് അവേഴ്സും സൺസെറ്റ് ടു സൺറൈസ് ആ ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഷെഡ്യൂളിംഗ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ തീം കീബോർഡ് ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ വിൻഡോസ് കൺട്രോൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്താൽ മതി. വിൻഡോസ് കൺട്രോൾ ഷിഫ്റ്റ് ഡി. ഇപ്പോൾ ഇത് തീം ലൈറ്റ് മോഡിലേക്ക് സ്വിച്ച് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചാക്കണമെങ്കിലും വിൻഡോസ് കൺട്രോൾ ഷിഫ്റ്റ് ഡി. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് തീം സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പവർ റീനെയിം ഒരു ബൾക്ക് റീനെയിമിംഗ് ടൂളാണ്. ഒരേ സമയം നിരവധി ഫയലുകൾ നമുക്ക് സെർച്ച് ആൻഡ് റീപ്ലേസ്, റെഗുലർ എക്സ്പ്രഷൻ, ഡേറ്റ് ടൈം ആട്രിബ്യൂട്ട്സ് എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റീനെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് റീനെയിം ചെയ്യേണ്ട ഫയലുകളെല്ലാം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം വിത്ത് പവർ റീനെയിം എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെർച്ച് ഫീൽഡും അതുപോലെ തന്നെ റീപ്ലേസ് ഫീൽഡും പ്രൊവൈഡ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഫയൽ നെയിം തന്നെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെഗുലർ എക്സ്പ്രഷൻസ് ആണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന റെഗുലർ എക്സ്പ്രഷൻ പീരിയഡ് സിമ്പിൾ അതുപോലെ തന്നെ ആസ്ട്രിക് കൊടുക്കുക. പീരിയഡ് സിമ്പിൾ ആൻഡ് ആസ്ട്രിക്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എൻ്റെ ഫയൽ നെയിം ഫുള്ളായിട്ട് റീനെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ റീപ്ലേസ് ചെയ്യുന്നത് AUD അതിനുശേഷം അവസാനമായിട്ടൊരു നമ്പറാണ്. 1 തൊട്ട് താഴോട്ടുള്ള നമ്പേഴ്സ് വരുന്ന രീതിയിലാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് $,
കേർലി ബ്രാക്കറ്റിനുള്ളിൽ സ്റ്റാർട്ട് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് ഈ ഒരു പ്രിവ്യൂ പാനലിനുള്ളിൽ നമ്മൾ റീനെയിം ചെയ്ത ഫയൽ നെയിമുകൾ കാണാൻ വേണ്ടി കഴിയും. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അപ്ലൈ കൊടുത്ത് റീനെയിമിംഗ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പവർ ടൂൾസിലെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടൂളായിരുന്നു ടെക്സ്റ്റ് എക്സ്ട്രാക്ടർ. നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഏതൊരു ടെക്സ്റ്റും നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ടൂൾ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി വിൻഡോസ് ഷിഫ്റ്റ് ടി പ്രസ് ചെയ്താൽ മതി. സോ അതിനുശേഷം ഈ ഒരു നമുക്ക് ഏത് പോർഷനാണോ സെലക്ട് ചെയ്യേണ്ടത് അത് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ടെക്സ്റ്റ് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് തരും. നമുക്ക് അതിനുശേഷം ഇത് കോപ്പി ചെയ്ത് നമുക്ക് വേണ്ടിടത്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു ഫീച്ചർ ഇപ്പോൾ പവർ ടോയ്സിനുള്ളിൽ യൂസ് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. റീസെൻ്റ്ലി ഈ ഒരു ഫീച്ചർ സ്നിപ്പിംഗ് ടൂളിലേക്ക് മൈക്രോസോഫ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ അവിടുന്ന് യൂസ് ചെയ്യുന്നതാണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് പവർ ടോയ്സിലെ ചില ടൂൾസ്. ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് പവർ ടോയ്സിലുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം.